നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ വീട്ടിലേക്ക് കയറുന്ന വഴിയുടെയോ അല്ലെങ്കിൽ ഗേറ്റിൻ്റെയോ അടുത്തെവിടെങ്കിലും ഞാൻ ഈ പറയുന്ന ചെടികൾ നിൽപ്പുണ്ടോ എന്ന് നോക്കണേ. ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വെട്ടിക്കളയണേ. വാസ്തുശാസ്ത്ര പ്രകാരം ഈ ചെടികൾ വഴിക്കരികിൽ വരുന്നത് അല്ലെങ്കിൽ ഗേറ്റിൻ്റെ അടുത്തായിട്ട് വരുന്നത് അതീവ ദോഷകരമാണ്. ഏതൊക്കെ വീടുകളിൽ ഈ ചെടികൾ അത്തരത്തിൽ നിൽപ്പുണ്ടോ ആ വീടുകളൊന്നും ഗതി പിടിച്ച ചരിത്രമില്ല എന്നുള്ളതാണ്. എല്ലാവരും ഞാനിവിടെ പറയുന്ന ചെടികളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ വീടിൻ്റെ ഗേറ്റിനടുത്തോ അല്ലെ വീട്ടിലേക്ക് കയറുന്ന ആ വഴിയുടെ ആ ഭാഗം ഉണ്ടല്ലോ അവിടെയോ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് മാറ്റണം. ഇല്ലെങ്കിൽ വലിയ ദോഷമാണ്. നാൾക്ക് നാൾ ദുരിതവും ദുഃഖവുമായിരിക്കും നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ കുടുംബത്തെയും പിടികൂടുന്നത് എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ അധ്യായത്തിൽ പറയാൻ പോകുന്നത് നമ്മളുടെ വീടിൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ വഴിയുടെ തുടക്കത്തിൽ അത്തരത്തിൽ വളർത്താൻ പാടില്ലാത്ത ചെടികളെ പറ്റിയാണ്. നിങ്ങളെല്ലാവരും ഇതൊരു അവസരമായിട്ട് എടുക്കുക. ആർക്കെങ്കിലും അത്തരത്തിൽ ദോഷം നിലനിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ മാറ്റുക, നല്ലതേ വരുള്ളൂ എന്നുള്ളതാണ്. ദീർഘിപ്പിക്കുന്നില്ല. 10 ചെടികളാണ് ഇത്തരത്തിൽ വഴിയുടെ അടുത്തായിട്ട് വരാൻ പാടില്ലാത്തത്. ചിലത് നമ്മൾ നട്ടു വളർത്തുന്നതുകൊണ്ട്, ചിലത് തനിയെ കിളിർത്ത് വരുന്നതുണ്ട്. അപ്പം നമ്മൾ അത്തരത്തിൽ തനിയെ കിളിർത്ത് വന്നാലും നിർത്തരുത്. അറിയാതെ ആരെങ്കിലും നട്ടു വളർത്തുന്നുണ്ടെങ്കിലും ഒഴിവാക്കേണ്ടതാണ് എന്നുള്ളതാണ്. ദീർഘിപ്പിക്കുന്നില്ല, ഒന്നൊന്നായിട്ട് നോക്കാം. ഇതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് ഈ ചിത്രങ്ങളിൽ കാണിച്ചിട്ടുള്ള എരിക്ക് എന്ന് പറയുന്ന ചെടിയാണ്. ഒരുപാട് ഇടങ്ങളിൽ തനിയെ വളർന്നു വരുന്ന ഒരു ചെടിയാണ് എരിക്ക് എന്ന് പറയുന്നത്. പൊതുവെ വീട്ടിൽ വളർത്തുന്നത് ദോഷമായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു ചെടിയാണ് എരിക്ക് എന്ന് പറയുന്നത്. ഈ എരിക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ആ വഴിയുടെ അരികിനെവിടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ മുൻഭാഗത്ത് ആ ഗേറ്റിനോട് അടുക്കുന്ന ഭാഗത്ത് എവിടെങ്കിലും നിൽപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അത് അതീവ ദോഷകരമാണ് കേട്ടോ. ഈ എരിക്ക് ദിവസവും അത്തരത്തിൽ താണ്ടി നമ്മൾ ഒരു വഴിക്ക് പോകുന്നത് അല്ലെങ്കിൽ ഒരു വീടിൻ്റെ ആ ഗേറ്റ് കടന്ന് അത്തരത്തിൽ എരിക്ക് നിന്നുകൊണ്ട് ശകുനമായി നിന്നുകൊണ്ട് നമ്മൾ പോകുന്നത് അതീവ ദുഃഖ ദുരിതങ്ങൾ വിളിച്ചു വരുത്തുമെന്നാണ് പറയുന്നത്. യാതൊരു കാരണവശാലും വീട്ടിൽ വളർത്താൻ പാടില്ലാത്തതും അത്തരത്തിൽ വീടിൻ്റെ വഴിയോട് ചേർന്ന് നിന്നാൽ ദുരിതങ്ങളും അനർത്ഥങ്ങളും വിളിച്ചു വരുത്തുന്നതുമായിട്ടുള്ള ചെടിയാണ് എരിക്ക് എന്ന് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നട്ടു വളർത്തണമെന്നില്ല, ചിലപ്പം തനിയെ കിളിർത്ത് വരും. അങ്ങനെ ആണെങ്കിൽ പോലും അത് ദോഷമാണ് എന്നുള്ളതാണ്. ആരുടെയെങ്കിലും വീട്ടിൽ ഇത്തരത്തിൽ എരിക്ക് നിൽപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് മാറ്റുക അല്ലെങ്കിൽ അത് വെട്ടിക്കളയുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത്. എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. വീടിൻ്റെ ഫ്രണ്ടിൽ അത്തരത്തിൽ ആ ഇറങ്ങുന്ന ഭാഗത്ത് വഴിയുടെ ഭാഗത്ത് എരിക്ക് നിൽപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ദോഷമാണെന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തേത് എന്ന് പറയുന്നത് കറിവേപ്പാണ്. നമ്മളെല്ലാവരും വീട്ടിലൊന്ന് വളർത്തി കിട്ടാനായിട്ട് ഏറ്റവും ആഗ്രഹിക്കുന്ന ചെടിയാണ് കറിവേപ്പ് എന്ന് പറയുന്നത്. ചില വീടുകളിലൊക്കെ വീടിൻ്റെ ആ വാതിൽക്കൽ അല്ലെങ്കിൽ വീടിൻ്റെ ആ ഗേറ്റിൻ്റെ ഭാഗത്തൊക്കെ കറിവേപ്പ് നട്ടു വളർത്തുന്നതായിട്ട് കാണാറുണ്ട്. ഒരിക്കലും ചെയ്യരുത് കേട്ടോ. അതീവ ദോഷകരമാണ്. ഈ കറിവേപ്പ് താണ്ടി പോകുന്ന കാര്യങ്ങളൊക്കെ അനർത്ഥങ്ങളായി തീരും എന്നുള്ളതാണ്. നിങ്ങൾക്ക് വളർത്തണമെന്നുണ്ടെങ്കിൽ വീടിൻ്റെ പിൻഭാഗത്തോ തെക്ക് വശത്തോ പടിഞ്ഞാറ് വശത്തോ ഒക്കെ ആയിട്ട് മാറ്റി വളർത്താവുന്നതാണ്. അതിൽ തെറ്റില്ല. പക്ഷേ ഒരിക്കലും വീടിൻ്റെ തിരുമുമ്പിൽ, പ്രത്യേകിച്ച് വീടിൻ്റെ ഗേറ്റിനോട് ചേർന്ന് കറിവേപ്പ് വളർത്തരുത്. അത് ദോഷസ്ഥാനമാണ്. കറിവേപ്പ് ഏതൊക്കെ വീടുകളിൽ അത്തരത്തിൽ വളർത്തുന്നുണ്ടോ ആ വീടുകളൊന്നും ഗതി പിടിച്ച ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. നാൾക്ക് നാൾ ദുരിതങ്ങളും ദുഃഖങ്ങളുമായിരിക്കും ഫലം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് ആഗ്രഹിച്ച് മോഹിച്ചൊക്കെ കൊണ്ടുവന്ന് വെച്ച് വളർത്തുന്നവർ സ്ഥാനം നോക്കി കറിവേപ്പ് വളർത്താൻ നോക്കുക. ഇതുപോലെ മുൻഭാഗത്ത് ഗേറ്റിനടുത്തൊക്കെ വളർത്തി ദോഷങ്ങൾ വിളിച്ചു വരുത്താതിരിക്കുക എന്നുള്ളതാണ്. ഇതാണ് രണ്ടാമത്തേത് എന്ന് പറയുന്നത്. മൂന്നാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. തുളസിയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം വീടിൻ്റെ മുമ്പിൽ വളർത്താൻ ഏറ്റവും നല്ലതാണ് തുളസി എന്ന് പറയുന്നത്. എന്നാൽ ഒരു കാര്യം മാത്രം തുളസി വീടിൻ്റെ മുമ്പിൽ വളർത്തുമ്പം ശ്രദ്ധിക്കണം. നമ്മളുടെ വീടിൻ്റെ നടപ്പാതയുണ്ടല്ലോ, അതായത് ഗേറ്റിലേക്ക് പോകുന്ന വഴി അല്ലെങ്കിൽ നമ്മളുടെ വീടിൻ്റെ മെയിൻ വഴിയിലേക്ക് കിടക്കുന്ന ആ തുറന്ന ഭാഗം, ആ ഭാഗത്ത് എവിടെങ്കിലും തുളസി നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ചവിട്ടുന്ന രീതിയിലാണ് തുളസി തയ്യോ തുളസിയോ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അതീവ ദോഷകരമാണ്. നടക്കുന്ന സമയത്ത് നമ്മളുടെ വസ്ത്രം അതിൽ ഉലഞ്ഞു പോവുക, നമ്മൾ ചവിട്ടിക്കൊണ്ട് പോവുക, കാലുകൊണ്ട് തട്ടുക, ഇത്തരത്തിൽ തട്ടുന്ന രീതിയിൽ തുളസി നിൽപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അത് അതീവ ദോഷകരമാണ്. അഥവാ അങ്ങനെ നിൽപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങളത് മാറ്റി
മറ്റു ഭാഗങ്ങളിലേക്ക് നടുക. ആ കാലുകൊണ്ട് ചവിട്ടിക്കൊണ്ട് പോകുന്ന രീതിയിൽ നിൽക്കാത്തതായിട്ട് ശ്രദ്ധിക്കുക. പല വീടുകളിലും ചെല്ലുന്ന സമയത്ത് വീട്ടിലേക്ക് കയറുന്ന വഴിയുടെ ആ ഭാഗത്തെല്ലാം നിറയെ തനിയെ പൊട്ടിമുളച്ച് നിൽപ്പുണ്ടാവും. വളർത്തുന്ന ആവില്ല, തനിയെ പൊട്ടിമുളച്ചിട്ടുണ്ടാവും. പക്ഷേ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ തുളസി ചവിട്ടി അരച്ചുകൊണ്ട് അല്ലെങ്കിൽ തുളസിയിൽ കാലുകൊണ്ട് സ്പർശനം ഏറ്റുകൊണ്ട് തുളസി ചവിട്ടിക്കൊണ്ടായിരിക്കും വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് പറയുന്നത്. ഇത് അതീവ ദോഷകരമാണ് കേട്ടോ. വീടിൻ്റെ മുമ്പിൽ നിങ്ങൾ എത്ര വേണമെങ്കിലും വളർത്തിക്കൊള്ളൂ, തുളസി കാട് തന്നെ തീർത്തുകൊള്ളൂ. പക്ഷേ ഒരിക്കലും നിലത്ത് ചവിട്ടുന്ന രീതിയിൽ തുളസി തയ്യോ തുളസിയോ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാറ്റുക. ചില വീടുകളിലൊക്കെ ഈ കാർ പോർച്ച് വരുന്ന ഭാഗത്തൊക്കെ തുളസി വളർന്നു നിൽക്കും. ആ കാർ പോർച്ചിലേക്ക് കയറുന്ന ഭാഗത്തൊക്കെ ഇങ്ങനെ തുളസി നിറയെ നിൽക്കുക. അതിൽ ചവിട്ടിക്കൊണ്ടായിരിക്കും പലപ്പോഴും വാഹനത്തിൽ കയറുന്നത്, അതിലേക്ക് പോകുന്നത്, വരുന്നത്. അത്തരത്തിൽ ഒരിക്കലും തുളസി വളർത്തരുത്. അതീവ ദോഷകരമാണ്. വീട് മുടിയാൻ അതിൽ പരം ഒരു ദോഷമില്ല എന്നുള്ളതാണ്. തുളസി ഏറ്റവും ഐശ്വര്യം കൊണ്ടുവരുന്ന ചെടിയാണ്. പക്ഷേ അത് ദോഷത്തിലായിപ്പോയി കഴിഞ്ഞാൽ അത് ഇരട്ടി ദോഷമായും മാറുകയും ചെയ്യുന്നതാണ്. അപ്പം ഇന്ന് തന്നെ ശ്രദ്ധിക്കൂ, തുളസി നിറയെ പൊട്ടിമുളച്ച് നിൽക്കുന്നുണ്ട്, ചവിട്ടുന്ന രീതിയിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവിടുന്ന് പറിച്ച് മാറ്റി മറ്റൊരിടത്തേക്ക് ഭദ്രമായിട്ട് വളർത്താവുന്നതാണ്. അപ്പം അത്തരത്തിൽ ചവിട്ടുന്ന രീതിയിൽ വഴിയിലോ വഴി അരികിലോ അതുപോലെ തന്നെ വീടിൻ്റെ ഗേറ്റിൻ്റെ ആ ഭാഗങ്ങളിൽ എവിടെങ്കിലും നമ്മളുടെ വസ്ത്രം തട്ടിയുലഞ്ഞ് നമ്മളുടെ കാല് തട്ടിയുലഞ്ഞ് പോകുന്ന രീതിയിൽ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാറ്റേണ്ടതാണ്. ദോഷം വിളിച്ചു വരുത്തരുത്. ഇതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. നാലാമത്തേത് എന്ന് പറയുന്നത് ഈ ചിത്രങ്ങളിൽ കാണിച്ചിട്ടുള്ള ചെടിയാണ്. ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് യൂഫോർബിയ മിലി എന്നാണ്. ഒരുപാട് പേര് ഇതിൻ്റെ പല നിറത്തിലുള്ളത്, പല വർണ്ണത്തിലുള്ളത് നഴ്സറിയിൽ നിന്നൊക്കെ ഒരുപാട് കാശ് കൊടുത്തു കൊണ്ടുവന്ന് വീട്ടിൽ വെക്കാറുണ്ട്. നിങ്ങൾ വളർത്തുന്നെങ്കിൽ വീടിൻ്റെ പുറകു ഭാഗത്തോ വീടിൻ്റെ മറ്റു വശങ്ങളിലോ വളർത്തുക. ഗേറ്റിൻ്റെ അടുത്ത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പം കാണുന്ന രീതിയിൽ, നമുക്ക് ശകുനം കാണുന്ന രീതിയിൽ ഒരിക്കലും ഈ യൂഫോർബിയ മിലി വളർത്തരുത് കേട്ടോ. ലോകത്തുള്ള എല്ലാ അസ്ട്രോളജികളിലും പറയുന്ന കാര്യമാണ്, ഈ ചെടി വീടിൻ്റെ മുമ്പിൽ വളർത്തിയാൽ ദുരിതവും യാതനയും ദുഃഖവും ആ വീട് വിട്ടൊഴിയില്ല എന്നുള്ളതാണ്. അതീവ ദോഷകരം. എന്നും സങ്കടമായിരിക്കും, സങ്കടം തോരില്ല. ഒന്ന് തീർന്ന് ആ വീട്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഒരിക്കലും അറിഞ്ഞിരുന്നുകൊണ്ട് ഒരുപാട് പേര് കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിക്കുന്നതെന്ന് പറയുന്ന കണക്ക് കാശ് കൊടുത്ത് ഈ ചെടി വാങ്ങിച്ചുകൊണ്ട് വന്ന് വീടിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ദോഷകരമാണ്. വാസ്തുപരമായിട്ട് അത് നമ്മളുടെ ജ്യോതിഷത്തിൽ മാത്രമല്ല, മൊത്തത്തിൽ ലോകത്തുള്ള എല്ലാ അസ്ട്രോളജികളിലും ദോഷമായിട്ട് കണക്കാക്കുന്ന, വീടിൻ്റെ മുമ്പിൽ വെക്കാൻ പാടില്ലാത്ത, വഴിയുടെ അടുത്തൊന്നും ശകുനം കണ്ടുകൊണ്ട് പോകാൻ പാടില്ലാത്തൊരു ചെടിയാണ് ഈ യൂഫോർബിയ മിലി എന്ന് പറയുന്നത്. ആരെങ്കിലും ഇത് വീട്ടിൽ അത്തരത്തിൽ വഴിയുടെ അടുത്തോ ഗേറ്റിൻ്റെ അടുത്തോ ഒക്കെ വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാറ്റുക. ചിലരൊക്കെ അറിയാതെ ഗേറ്റിൻ്റെ ഇരുപുറങ്ങളിലും ഒക്കെ ഇത് വെച്ച് അലങ്കരിച്ചിരിക്കുന്ന കാണാറുണ്ട്. അതിൻ്റേതായ ദുരിതങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, ദുഃഖങ്ങളായിരിക്കും എന്നും ഫലം എന്ന് പറയുന്നത്. അപ്പം ഇതാണ് നാലാമത്തേത്. അടുത്തത് അഞ്ചാമത്തേത് എന്ന് പറയുന്നത് നമ്മളുടെ ഒക്കെ വീട്ടിൽ തനിയെ പൊട്ടിമുളയ്ക്കുന്ന ഒരു ചെടിയാണ്. ഈ ചിത്രങ്ങളിൽ കാണിച്ചിട്ടുള്ള, ശ്രദ്ധിച്ച് നോക്കുക, ഇതിൻ്റെ പേര് ചെറൂള എന്നാണ്. നമ്മൾ ഈ പിതൃകർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ, മരണാനന്തര കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു പുഷ്പമാണ് ചെറൂള എന്ന് പറയുന്നത്. യമപുഷ്പം എന്നാണ് അറിയപ്പെടുന്നത്. ഈ ചെടി നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയുടെ അടുത്ത് അല്ലെങ്കിൽ വഴിയിൽ, അല്ലെങ്കിൽ വീട്ടിൽ രാവിലെ ഉറക്കം എഴുന്നേറ്റ് കതവ് തുറക്കുമ്പം കണി കാണുന്ന രീതിയിൽ, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പം നമുക്ക് ശകുനമായിട്ട് നമ്മൾ കടന്നു പോകുന്ന രീതിയിൽ നിൽപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് മാറ്റണം കേട്ടോ. അതീവ ദോഷകരമാണ്. യമപുഷ്പമാണ്. വലിയ ദോഷമായിട്ടാണ് അത് കണക്കാക്കപ്പെടുന്നത്. ഇത് വീട്ടിൻ്റെ മുമ്പിൽ നിറഞ്ഞു തിങ്ങി നിൽക്കുന്നത് തന്നെ ആ ഒരു പട്ടട ദോഷമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നമ്മൾ ദശപുഷ്പത്തിലൊക്കെ പെട്ടതാണ് ചെറുള. ചിലർ പറയും അതീവ കേമോ. അങ്ങനെ അല്ല. അത് കേമോ എന്ന് പറയുന്നത് കർക്കിടകത്തിൽ അത് വിരിയുന്നത് നല്ലതെന്നുള്ളതേ ഉള്ളൂ. അതല്ലാതെ ഏത് സമയത്താണ് എന്നുണ്ടെങ്കിലും ഈ യമപുഷ്പം വീട്ടിൽ നിൽക്കുന്നത് ദോഷം തന്നെയാണ്. പ്രത്യേകിച്ചും നമ്മളൊരു വഴിക്ക് പോകാൻ ഇറങ്ങുന്നിടത്ത് വഴിയുടെ ഇരുവശങ്ങളിലുമായിട്ട് ഗേറ്റിൻ്റെ അടുത്തായിട്ട് ഇത് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക. അതിൻ്റെ ദോഷം നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതാണ്. യമപുഷ്പത്തെ അത്തരത്തിൽ വഴിയിൽ വെച്ച് ദോഷങ്ങളും അനർത്ഥങ്ങളും വിളിച്ചു വരുത്തരുത് എന്നുള്ളതാണ്. ഇതാണ് അഞ്ചാമത്തത്. ആറാമത്തേത് എന്ന് പറയുന്നത് ഈ ചിത്രങ്ങളിൽ കാണിച്ചിട്ടുള്ള ഉതി എന്ന് പറയുന്ന മരമാണ്. ഉതി എന്നാണ് നമ്മുടെയൊക്കെ നാട്ടിൽ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാണെന്നുള്ളത് നിങ്ങൾക്ക് ഈ ചിത്രം നോക്കുമ്പോൾ മനസ്സിലാവും. ഉതി ഒരിക്കലും വീടിൻ്റെ മുമ്പിൽ നിൽക്കരുത് കേട്ടോ. ഏതൊക്കെ വീടിൻ്റെ മുമ്പിൽ ഉതി നിന്നിട്ടുണ്ടോ ആ വീടുകളൊക്കെ പട്ടണദോഷത്തിലേക്ക് പോയ, അനർത്ഥങ്ങളിലേക്ക് പോയ ഒരു ചരിത്രമേ പറയാനുള്ളൂ എന്നുള്ളതാണ്. ഉതി ഏത് വീടിൻ്റെ മുൻവശത്ത് നിൽക്കുന്നുണ്ടോ ആ വീടുകളൊക്കെ ക്ഷയിച്ച ചരിത്രമേ, ആ വീട്ടിൽ എന്നും അനർത്ഥങ്ങളും ദുഃഖങ്ങളും
നിറഞ്ഞ ചരിത്രമേ പറയാനുണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ്. വീടിൻ്റെ മുമ്പിൽ വളർത്താൻ പാടില്ലാത്ത 2 പ്രധാന വൃക്ഷങ്ങളിൽ ഒന്നാണ് ഈ ഉതി എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും വീട്ടിലേക്ക് ഇറങ്ങുമ്പം നമ്മൾ ഇതിൻ്റെ തടി കണ്ടുകൊണ്ട് പോകുന്ന രീതിയിൽ ഈ വൃക്ഷം വീടിൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവിടുന്ന് മാറ്റണം. അതിനേക്കാൾ ദോഷം വേറെ വരാനില്ല. ആ ഒരു ശകുനം അല്ലെങ്കിൽ ആ ഒരു കണി നമ്മളുടെ ജീവിതത്തിൽ ദുഃഖം വിളിച്ചു വരുത്തുന്ന കണിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇതാണ് മറ്റൊന്നെന്ന് പറയുന്നത്. അടുത്തത് 7ാമത്തേത് എന്ന് പറയുന്നത് കാഞ്ഞിരമാണ്. ഞാൻ പറഞ്ഞല്ലോ 2 വൃക്ഷങ്ങൾ വീടിൻ്റെ മുമ്പിൽ വളർത്തുന്നത് അനർത്ഥമാണെന്ന്. അതിൽ 2ാമത്തതാണ് ഈ കാഞ്ഞിരം എന്ന് പറയുന്നത്. കാഞ്ഞിരം പൊതുവെ വീടിൻ്റെ ഒരു വശങ്ങളിലും വീടിനോട് ചേർന്നേ വളർത്തുന്നത് ദോഷകരമായിട്ടുള്ള കാര്യമാണ്. കിണറിൻ്റെ അടുത്ത്, അതുപോലെ തന്നെ വീടിൻ്റെ വഴിയുടെ അടുത്ത്, വീടിൻ്റെ തിരുമുമ്പിൽ കണി കാണുന്ന രീതിയിൽ, വീട്ടിലേക്ക് അതിൻ്റെ ചില്ലകൾ ചായ്ഞ്ഞു നിൽക്കുന്ന രീതിയിൽ, അതിൻ്റെ ചില്ലകൾ വീടിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് തട്ടുന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ വളർത്തുന്നത് ദോഷമായിട്ടുള്ളൊരു വൃക്ഷം അല്ലെങ്കിൽ ഒരു മരമാണ് കാഞ്ഞിരം എന്ന് പറയുന്നത്. കാഞ്ഞിരം അത്തരത്തിൽ ഏതൊക്കെ വീട്ടിൽ നിൽക്കുന്നുണ്ടോ ആ വീട്ടിൽ എന്നും ദുഃഖങ്ങളും ദുരിതങ്ങളും നിറയും എന്നുള്ളതാണ്. ഒരിക്കലും ഇത് നമ്മളുടെ വീടിനോട് ചേർന്ന് വളർത്തരുത്, വഴിയിൽ ശകുനമാകുന്ന രീതിയിലും വളർത്തരുത് എന്നുള്ളതാണ്. അടുത്തത് എന്ന് പറയുന്നത് 8ാമത്തേത് എന്ന് പറയുന്നത് മൊസാന്ത എന്ന് പറയുന്നത് ഈ ഒരു ചെടിയാണ്. ഇതും ഈ പറഞ്ഞ കണക്കാണ്. നഴ്സറിയിൽ നിന്ന് ഒരുപാട് കാശ് കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മളുടെ വീട്ടിൽ വെക്കുന്നതാണ്. കടം കയറുമെന്നാണ് പറയുന്നത്, കടം കയറി മുടിയുമെന്നാണ് പറയുന്നത്, സമ്പത്ത് ക്ഷയിക്കുമെന്നാണ് പറയുന്നത്. എത്ര അധ്വാനിച്ചാലും കയ്യിൽ പണം നിൽക്കില്ല. നാൾക്ക് നാൾ കടം പെരുകിക്കൊണ്ടിരിക്കും. അധ്വാനവും കഷ്ടപ്പാടും മാത്രം മിച്ചമാകും. വീട്ടിലെന്നും കടവും ദുരിതവും ദുഃഖവും സങ്കടവും നിലനിൽക്കും. ഒരു സമ്പത്തില്ലാത്ത ഒരവസ്ഥ എന്നും വീടിനെ ബാധിക്കും എന്നുള്ളതാണ്. ഇനി അഥവാ സമ്പത്തുണ്ടെങ്കിൽ തന്നെ ചില കോടീശ്വരന്മാരൊക്കെ സമ്പത്തുള്ളവരിത് വാങ്ങിച്ചുകൊണ്ട് വയ്ക്കും. അങ്ങനെ വെക്കുന്ന സമയത്ത് ആ സമ്പത്തുള്ളതിൻ്റെ ഒരു സമാധാനവും സന്തോഷവും ഉള്ളത് അനുഭവിക്കാൻ പോലും പറ്റത്തില്ലെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ചിലരുടെ അടുത്ത് പറയുമോ അവർ വലിയ കോടീശ്വരന്മാർ ഇത് വാങ്ങി വെച്ചിട്ടുണ്ടാവും, പക്ഷേ ആ ഒരു ദിവസം സമാധാനമായിട്ട് കിടന്നുറങ്ങില്ല. ഇനി എത്ര സമ്പത്തുണ്ട് എന്ന് പറഞ്ഞാലും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് അനുഭവിക്കാൻ കൂടി യോഗം വേണം എന്നുള്ളതാണ്. ആ യോഗം കിട്ടില്ല എന്ന് സാരം. എന്നും ദുഃഖവും ദുരിതവും ആയിരിക്കും. എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാലും ഒന്നുമില്ലാത്ത അവസ്ഥയായിരിക്കും ജീവിതത്തിൽ വരുന്നത്. ഇത് അഥവാ നിങ്ങൾക്ക് വളർത്തണം, തീരെ ഇതിനങ്ങ് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ വീടിൻ്റെ അതിര് കെട്ടി തിരിച്ച് പറമ്പിൽ വളർത്തിക്കൊള്ളൂ, തെറ്റില്ല. പക്ഷേ വീടിൻ്റെ അതിരിനുള്ളിലോ പ്രത്യേകിച്ച് വീട്ടിൽ കണി കാണുന്ന രീതിയിലോ വഴിയുടെ ഇരുപുറങ്ങളിലോ ഒക്കെ ഇത് വളർത്തുന്നത് ദോഷകരമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. കാഴ്ചയിൽ സുന്ദരനാണ്, പക്ഷേ നമുക്ക് വിപരീത ഫലം കൊണ്ടുവരുന്ന ഒരു ചെടിയാണ് മൊസാന്ത എന്ന് പറയുന്നത്. അടുത്തത് 9ാമത്തേത് എന്ന് പറയുന്നത് ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കള്ളിമുൾ ചെടി. ഒത്തിരി വീടുകളിൽ ഇപ്പോഴത്തെ കുട്ടികൾ അറിവില്ലായ്മ കൊണ്ട് വീടിൻ്റെ ഗേറ്റിൻ്റെ ഇരുവശവും അലങ്കരിക്കുന്നത് കള്ളിമുൾ ചെടി വെച്ചിട്ടാണ്. നരകതുല്യമായിരിക്കും ജീവിതം എന്നാണ് പറയുന്നത്. നരകതുല്യം. എന്താണ് നരകതുല്യം? നീറി ജീവിക്കുക. ഓരോ ദിവസവും നീറ്റലാണ്, ആശങ്കകളാണ്, സങ്കടങ്ങളാണ്, ചെന്ന് കിടന്നാൽ ഉറക്കം വരാത്ത അവസ്ഥയാണ്. നീറി ജീവിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. ഓരോ ദിവസവും കള്ളിമുള്ളിൻ്റെ മുള്ളു പോലെ കുത്തി നമ്മളുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ വരുമെന്നാണ് പറയുന്നത്. മനസമാധാനക്കേട് വരുമെന്നാണ് പറയുന്നത്. ഒരുപാട് പേര് ഇപ്പോഴത്തെ കാലത്ത് അറിവില്ലായ്മ കൊണ്ട് ഇത് വാങ്ങി പല ഡിസൈനിലുള്ളത് വാങ്ങി വീടിൻ്റെ ആ ഭാഗത്തും ജനലിൻ്റെ ഭാഗത്തും കതകിൻ്റെ ഭാഗത്തും ഗേറ്റിൻ്റെ ഭാഗത്തും ഗേറ്റിൻ്റെ ഇരുവശങ്ങളിലും ആലങ്കാരികമായിട്ടും ഒക്കെ വെക്കുന്ന കണ്ടിട്ടുണ്ട്. ദോഷമാണെന്ന് മനസ്സിലാക്കുക. അറിഞ്ഞിരുന്ന് അനർത്ഥം വിളിച്ചു വരുത്തരുത്. 10ാമത്തേത് എന്ന് പറയുന്നത് നാരകമാണ്. നാരകം നട്ടിടം മുടിഞ്ഞ ചരിത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. നാരകം ഏതൊക്കെ വീട്ടിൽ അത്തരത്തിൽ വീടിൻ്റെ തിരുമുമ്പിൽ നിൽക്കുന്നുണ്ട്, ഗേറ്റിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്, വഴിയുടെ സമീപം നിൽക്കുന്നുണ്ട്, അത് ശകുനമായി കണ്ടുകൊണ്ട് പുറത്തു പോകുന്നുണ്ട്, എന്നും പരാജയങ്ങളായിരിക്കും ജീവിതത്തിൽ എന്നാണ് പറയുന്നത്. നരകതുല്യമാകും നാരകം എന്നുള്ളതാണ്. നരകതുല്യമായി തീരും എന്നുള്ളതാണ്. എന്നും ദുഃഖങ്ങൾ, അനർത്ഥങ്ങൾ, തോൽവികൾ, പരാജയങ്ങൾ, ജീവിതത്തിലെ പ്രതിസന്ധികൾ തരണം ചെയ്യാതെ മനപ്രയാസം നേരിടുന്നത്, ഇങ്ങനെ 1000 പ്രശ്നങ്ങളായിരിക്കും ആ നാരകം മുന്നിൽ നിൽക്കുന്ന വീട്ടിൽ അല്ലെങ്കിൽ ആ വഴിയിൽ നിൽക്കുന്ന വീട്ടിൽ ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പം നാരകം അറിയാതെ ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിലും അത് മാറ്റുക. അപ്പം ഈ 10 കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 10 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞപ്പോൾ ചിലർക്കെങ്കിലും സംശയം ഉണ്ടാവും. അപ്പം പിന്നെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വെക്കാൻ ഏറ്റവും നല്ലതെന്താ? വീടിൻ്റെ വഴിയുടെ അടുത്ത് ഗേറ്റിൻ്റെ അടുത്ത് വെക്കാൻ ഏറ്റവും നല്ലതെന്താ? 4 ചെടികളാണ് ഏറ്റവും ഗംഭീരം എന്ന് പറയുന്നത്. ഈ 4 എണ്ണത്തിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വീടിൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് വളർത്തി നോക്കൂ. നിങ്ങളുടെ വീട് സ്വർഗതുല്യമാവും. ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിൽ തേടി വരും എന്നുള്ളതാണ്. 1ാമത്തേത് എന്ന് പറയുന്നത് രാജമല്ലിയാണ്. ഈ ചിത്രങ്ങളിൽ കാണിച്ചിട്ടുള്ള
രാജമല്ലി ചെടിയാണ്. ഇത് വാങ്ങി വീടിൻ്റെ ഗേറ്റിന് ഇരുപുറവും വളർത്തുന്നത്, വീടിൻ്റെ മതിൽക്കെട്ടിനോട് ചേർന്ന് വളർത്തുന്നത്, വീട്ടിൻ്റെ മുമ്പിൽ ഈ ശകുനം കാണുന്ന രീതിയിൽ വളർത്തുന്നത്, കണി കാണുന്ന രീതിയിൽ വളർത്തുന്നത് ഏറ്റവും ഗംഭീരമാണ്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് മാതള മരമാണ്. മാതളം മുന്നിൽ വളർത്തുന്ന, വഴിയോട് ചേർന്ന് വളർത്തുന്ന വീടുകളൊക്കെ സാമ്പത്തികമായിട്ട് രക്ഷപ്പെട്ട ചരിത്രമേ പറയാനുള്ളൂ എന്നുള്ളതാണ്. എത്ര ദുരിതക്കടലിൽ കിടക്കുന്ന വീടാണെന്ന് പറഞ്ഞാലും മാതളം വീടിൻ്റെ മുമ്പിൽ വളർന്നു കിട്ടിയാൽ ആ വീടിൻ്റെ ഉയർച്ച അവിടെ ആരംഭിക്കുകയായി എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ വീടിൻ്റെ മുമ്പിൽ വളർത്താനും വീടിൻ്റെ ഗേറ്റിനടുത്ത് വളർത്താനും ഇതിനേക്കാൾ നല്ലൊരു വൃക്ഷമില്ല, മാതളത്തെക്കാൾ നല്ലൊരു വൃക്ഷം വേറെ ഇല്ല എന്നുള്ളതാണ്. വഴിയുടെ ഇരുപുറത്തുമൊക്കെ മാതളം വളർത്തുന്ന വീടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നാൾക്ക് നാൾ നോക്കിയാൽ മതി ഉയർച്ച ആ വീടിനുണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും ഗംഭീരമാണ്. മൂന്നാമത്തേത് എന്ന് പറയുന്നത് ശിവനരളി എന്ന് പറയുന്നത് ഈ ഒരു ചെടിയാണ്. ഇത് മഞ്ഞ പൂക്കളോടുകൂടി വീടിന് മുന്നിൽ നിൽക്കുന്നത്, വീടിൻ്റെ ഗേറ്റിൻ്റെ ഇരുപുറങ്ങളിലും നിൽക്കുന്നത്, വഴിയുടെ അടുത്ത് നിൽക്കുന്നത് ഏറ്റവും ഗംഭീരമാണ്. വീടിൻ്റെ വഴിയുടെ അടുത്തുള്ള മതിൽക്കെട്ടോ അല്ലെ വേലിക്കെട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഇത് നട്ടു വളർത്തുന്നത് അതീവ ഐശ്വര്യകരമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ശിവനരളിയാണ് മൂന്നാമത്തത്. നാലാമത്തതെന്ന് പറയുന്നത് കനകാംബരമാണ്. വീടിൻ്റെ വഴിയുടെ അടുത്തായിട്ട് നമ്മളെന്നും കാണുന്ന രീതിയിൽ കനകാംബരം പൂത്തുലഞ്ഞ് നിൽക്കുന്നത് ആ വീടിനെ സൗഭാഗ്യത്തിൽ കൊണ്ടുവന്ന് എത്തിക്കുമെന്നാണ് പറയുന്നത്. കനകാംബരം ഏതൊക്കെ വീട്ടിൽ അത്തരത്തിൽ നിൽപ്പുണ്ടോ ആ വീട്ടിലൊക്കെ ഐശ്വര്യവും സമാധാനവും സമ്പൽ സമൃദ്ധിയും വന്നു ചേർന്ന ചരിത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ കനകാംബരമാണ് നാലാമത്തേത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 ചെടികൾ, രാജമല്ലി, ശിവനരളി, മാതളം, അതുപോലെ കനകാംബരം, ഈ 4 എണ്ണം നിങ്ങളുടെ വീടിൻ്റെ വഴിയുടെ അടുത്ത് വളർത്തു, സർവം മംഗളമായി കിട്ടും, ഗംഭീരമായി വരും എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാൻ. ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ. നന്നായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.